പ്രധാന ഭാഗമാണ് ഇവിടം. ട്യൂട്ടോണിക് പ്രഭുക്കന്മാരുടെ കാലത്ത് 13-ാം നൂറ്റാണ്ടിലാണ് ഇങ്ങനെയൊരു പട്ടണം ഇവിടെ വികസിക്കുന്നത്. അക്കാലത്ത് മരം കൊണ്ട് നിർമ്മിച്ച വലിയൊരു കോട്ട ബ്രാനിൽ ഉണ്ടായിരുന്നു. മംഗോളിയരുടെ യൂറോപ്യൻ പടയോട്ടക്കാലത്ത് ആ കോട്ട അഗ്നിക്കിരയായി. പിന്നീട് ഹംഗേറിയൻ ചക്രവർത്തി സിഗിസ്മണ്ടിന്റെ കാലത്താണ് മറ്റൊരു കോട്ട നിർമ്മിക്കുന്നത്. അന്ന് കോട്ടയ്ക്ക് സമീപമായി വളർന്ന പട്ടണമാണ് ഇക്കാണുന്ന ബ്രാൻ. പട്ടണത്തിൽ ഇങ്ങനെ ചില സുവനീർ ചന്തകളുണ്ട്. വിശാലമായ ഒരു പ്രദേശത്തൊന്നാകെ കൗതുക വസ്തുക്കളും റൊമേനിയൻ തനതുൽപ്പന്നങ്ങളും വിൽക്കുന്ന കടകൾ. സുവനീർ എന്നാൽ ചൈനീസ് ഉൽപ്പന്നങ്ങളല്ല ഇവിടെ. റൊമേനിയയിൽ മാത്രമുണ്ടാക്കിയ വസ്തുക്കൾ. പലതും കുടിൽ വ്യവസായമായി നിർമ്മിച്ചതാണ്. ലോക സുവനീർ വിപണി ചൈനീസ് ഉൽപ്പന്നങ്ങൾ കൈയടക്കിയതാണ് സമീപകാലത്തെ യാത്രകളിൽ ഞാൻ കണ്ടറിഞ്ഞിട്ടുള്ള ഒരു വസ്തുത. എന്നാൽ ഇവിടെ റൊമേനിയയിൽ സ്ഥിതി വ്യത്യസ്തമാണ്. തദ്ദേശീയമായി നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഇന്നാട്ടിലെ ഏതൊരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലും വിൽപ്പനയ്ക്ക് വയ്ക്കുന്നത്. വിവിധതരം ചീസുകൾ, പഴസത്തുകൾ, ബാർബിക്യൂ ചെയ്യാനുള്ള വളർത്തുമാൻ മാംസം വരെയുണ്ട്. ഷോപ്പിംഗിന്റെ വലിയൊരു ലോകം.